ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കാൻ പോണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കക്കപ്പ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അത് കഴിച്ചിട്ടുണ്ടാവില്ല, ഉണക്കക്കപ്പയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ വാട്ടിയ കപ്പ പറിച്ചിട്ട് നമ്മളത് വെയിലത്തിട്ട് ഉണക്കി വാട്ടിയെടുക്കത്തില്ലേ, ആ കപ്പയാട്ടോ. അപ്പോൾ അത് വാട്ടിയ കപ്പയും പിന്നെ നമ്മുടെ കടലയില്ലേ, കടലയൊക്കെ പിള്ളേർക്ക് അറിയാം. അപ്പോൾ ഉണക്കക്കപ്പയും കടലയും കൂടി നമ്മൾ നല്ല അടിപൊളി ഒരു പുഴുക്കുണ്ടാക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഉണക്കക്കപ്പയും കടലയും കൂടി കുതിർത്തി, ഓൾ നൈറ്റ് ഞാൻ ഇന്നലെ കുതിർത്തി വെച്ചായിരുന്നു കേട്ടോ. കുതിർത്തി വെച്ചു, കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, അതെല്ലാവർക്കും അറിയാലോ. പിന്നെ അതിനകത്തേക്ക് ചേർക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി. അളവൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ആവശ്യത്തിന്, അതായത് അതിന് ചേരുന്ന രീതിയിലുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ചായിട്ടിട്ട് വേവിക്കണത്. പിന്നെ വേണ്ടത് ഗരം മസാല, മീറ്റ് മസാല. ഇത്രയും സാധനം ഇട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഇട്ടിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, പിന്നെ നമുക്ക് ഉള്ളി, മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പയായതുകൊണ്ടുണ്ടല്ലോ, ഗ്യാസൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, കപ്പയും കടലയ്ക്കും ഗ്യാസാണല്ലോ. അപ്പം നമുക്ക് വയറ്റിന് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയും കൂടി ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാം കേട്ടോ. 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിക്കൊണ്ട് വന്നിട്ട് ആ കടലയും അതുപോലെ തന്നെ കപ്പയും കൂടി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട്, ഞാൻ ഇപ്പോൾ ഉള്ളി അരിയണത് അത് കടുക് പൊട്ടിക്കാനുള്ള ഉള്ളി അരിയണതാണ്. അപ്പം ചുവന്നുള്ളിയും അതുപോലെ നമ്മുടെ എന്താ പറയണേ കറിവേപ്പിലയിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് അതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചാണ് ഈ സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ, എല്ലാവരും ഇത് ഉണ്ടാക്കാറുണ്ടോ? പണ്ടൊക്കെയുള്ള അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണക്കക്കപ്പയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴൊന്നും ആർക്കും തന്നെ അങ്ങനെ അറിയില്ലല്ലോ, അതിൻ്റെ ടേസ്റ്റും അറിയത്തില്ല കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കപ്പയും കടലയും നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കപ്പയൊക്കെ ഉണ്ടോ, നല്ല ഉടഞ്ഞ്, നല്ല കടലയായാലും നല്ലതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ജീരകവും തേങ്ങയും കൂടി, വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടി ഒതുക്കിയത് നമുക്ക് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാമേ. എല്ലാം അവിടുത്തെ അതിൻ്റെ അരപ്പ് പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാറുണ്ടോ? പച്ചക്കപ്പ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഉണക്കക്കപ്പയും ഈ കടലയും കൂടി വെക്കൽ പൊതുവെ കുറവാണല്ലേ. കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ്, ഭയങ്കര രസമാണോ. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായത്. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും, ചീഞ്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കടുകിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കടുക് പൊട്ടിച്ചത്, ഉള്ളിയും ഇതൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കപ്പയും കടലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം.
നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ എല്ലാം ഒരുമിച്ച് എല്ലായിടത്തും ഒരു സൈഡിൽ വരത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കാമേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് അതിനകത്ത് ചെറിയ ഇറച്ചിയും കപ്പയും വെച്ചതുപോലുള്ളൊരു ടേസ്റ്റ് വരും. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ നമ്മൾ ചേർത്തില്ലായിരുന്നു. ഗരം മസാലയും പിന്നെ മീറ്റ് മസാല അല്പം ഇട്ടു, പിന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്തപ്പോഴത്തേനും അതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല മാറി. ശരിക്കും ചിലവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ അത്രയായിട്ട് വേവിക്കുക. അതിന് ശേഷം തേങ്ങയിൽ ജീരകവും ചേർത്ത് 2-3 പച്ചമുളകും ചേർത്ത് അരച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അപ്പം ഇത് ഈ സ്റ്റൈലിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും. കപ്പ ഇറച്ചിയും വെച്ചതിൻ്റെ ഒരു ഫീലിങ്സ് ഇട്ട്. അപ്പോൾ എല്ലായിടത്തും ഇളക്കൊക്കെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാമേ. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കപ്പയും ഉണക്കക്കപ്പയും കടലയും വെച്ചിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. നല്ല ആവി പറക്കണ ഉണക്കക്കപ്പയും കടലയും നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലാണിത്.